പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനം. നമ്മളെല്ലാവരും ആരോഗ്യം നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യം, രാവിലെ എക്സസൈസ്, ജോഗിങ്, വൈകുന്നേരം എക്സസൈസ്. പക്ഷേ മനസ്സിൻ്റെ ആരോഗ്യം നോക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കാറുണ്ട്? ഇന്നെല്ലാവരുടെയും പ്രശ്നം ഇതാ. ശരീരം നോക്കും, പക്ഷേ മനസ്സ് നോക്കുന്നില്ല. ആത്മാവോ ഒട്ടും നോക്കുന്നില്ല. അതിനാൽ മനസ്സ്, ശരീരം, ആത്മാവ്, ഇത് മൂന്നും ചേർന്നതാണല്ലോ മനുഷ്യജീവിതം. അതുകൊണ്ട് മനസ്സിൻ്റെ നില ഭദ്രമായെങ്കിലല്ലേ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. മാനസിക ആരോഗ്യം തകർന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുക? പിന്നെ ഡള്ളായിരിക്കും. പിന്നെ ആ വ്യക്തിക്ക് സ്വയമേവ തൻ്റെ തന്നെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള പ്രവണതയായിരിക്കും. ഇതിനൊരു പരിഹാരമുണ്ട്. എന്തെന്നറിയാവോ? തൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകൾ, തൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുക, ആരോടെങ്കിലും പങ്കുവയ്ക്കാൻ സാധിക്കുക. അതിനാണല്ലോ വ്യത്യസ്തങ്ങളായ കൗൺസിലേഴ്സും കൗൺസിലിംഗ് സെന്റേഴ്സും. നമ്മുടെ നാട്ടിൽ തന്നെ പല കൗൺസിലിംഗ് സെന്റേഴ്സും ഉണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു പ്രശ്നം വന്നാൽ, മനസ്സിന്റെ നില തെറ്റിയാൽ, മനസ്സിൽ പ്രശ്നങ്ങളുണ്ടായാൽ, അസ്വസ്ഥതയുണ്ടായാൽ ആരോടെങ്കിലും എന്തെങ്കിലും പങ്കുവയ്ക്കുക. അങ്ങനെ മാനസിക ഭദ്രതയുള്ള, മാനസിക ആരോഗ്യമുള്ള ഒരു നല്ല തലമുറയായിട്ട് നമ്മുടെ തലമുറ മാറണം. അതിനാൽ നിങ്ങൾ സമീപിക്കേണ്ടത് നിങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് സെന്റേഴ്സിലേക്കാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ മനസ്സിൻ്റെ നില, എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം എങ്ങനെയാണ്. അതിനാൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വ്യത്യസ്തങ്ങളായ കൗൺസിലിംഗ് റൂമുകളിലേക്ക്, കൗൺസിലിംഗ് വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക്, കൗൺസിലിംഗ് സെന്റേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.